നമസ്കാരം. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും ദിലീപിൻ്റെയും പെണ്ണുകേസുകൾക്ക് പിന്നാലെ പോയപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമായ പല വിഷയങ്ങളും വിട്ടുകളഞ്ഞു. വാസ്തവത്തിൽ അതുതന്നെയായിരുന്നു ഇത്തരം പെണ്ണുകേസുകൾ ഹൈലൈറ്റിൽ കൊണ്ടുവരാൻ ഈ സർക്കാർ താല്പര്യം കാണിക്കാൻ പ്രധാന കാരണം. ഇപ്പോൾ നിയമം നോക്കി വിധിച്ച കോടതിയുടെ നെഞ്ചത്ത് കയറാൻ ഇറങ്ങിയിരിക്കുകയാണ് ദിലീപിൻ്റെ പേരിൽ ചില പുരോഗമനവാദികൾ. വാസ്തവത്തിൽ ശബരിമലയിലെ അയ്യപ്പ കൊള്ള മറച്ചു വയ്ക്കാൻ ഇതിനേക്കാൾ നല്ല വഴികളൊന്നും ഈ പറയുന്ന ധൂർത്തന്മാരായ ഭരണാധികാരികൾക്കില്ല എന്ന് നമ്മൾ മറന്നുപോകുന്നു. എന്തൊക്കെയാണ് അവർ കാട്ടിക്കൂട്ടുന്നത്? തെരഞ്ഞെടുപ്പ് സമയത്ത് ജനഹിതത്തെ അട്ടിമറിക്കാൻ വേണ്ടി അവർ ഏത് തരത്തിലും പെണ്ണുകേസ് കൊണ്ടുവരും. നോക്കണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അജ്ഞാതയായ ഒരു സ്ത്രീ KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തപ്പോൾ ആ പരാതി KPCC പ്രസിഡന്റ് DGPക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ ഒരു IG-യുടെ നേതൃത്വത്തിൽ മിടുക്കരായ പോലീസ് സംഘത്തെ നിയോഗിച്ചാണ് ഇരയെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇരയെ നിർബന്ധിച്ച് മൊഴിയെടുപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കമാണ്. അതേസമയം CPM-ന് MLA ആയിരുന്ന, CPM-ന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ഒരു സിനിമാ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ്, അങ്ങേർക്കെതിരെ ഒരു നടി പരാതിപ്പെട്ടു. അതും സ്ക്രീനിങ്ങിനിടയിൽ, സിനിമാ സ്ക്രീനിങ്ങിനിടയിൽ കയറി പിടിച്ചു എന്നാണ് പരാതി. എന്നിട്ട് ആ പരാതിയിൽ പോലീസ് കേസെടുക്കാതെ അവരെ പറ്റിച്ചു. FIR എടുത്തെന്നും കേസെടുത്തെന്നും ഒക്കെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ വാർത്തയായപ്പോൾ കഴിഞ്ഞ ദിവസം ധൃതി വെച്ച് കേസെടുത്തു. ഇങ്ങനെ ഇത്തരം വിഷയങ്ങളിലെല്ലാം ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ. ഇവർ പറയുന്നതെല്ലാം വ്യാജമാണ്. ഇപ്പൊ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള പകയുടെ കഥയെടുക്കുക. CPM-കാർ കോൺഗ്രസ്സുകാരെ കണ്ടുകൂടാ, ഇല്ലാതാക്കുമെന്ന് പറയുന്നത് വലിയ ഗോഗോ വിളികളാണ്. നശിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. പക്ഷെ ഇവരുടെയൊക്കെ പക വെറും സാങ്കേതികമാണ്. അടിസ്ഥാനപരമായി ഇവർ ഒറ്റക്കെട്ടാണ്. ഇവർ ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു ഉദാഹരണമാണ്. CPM-നും കോൺഗ്രസിനും ബദലായി കിഴക്കമ്പലത്ത് കിറ്റക് സാബു ജനങ്ങളുടെ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ സംഭവിച്ചത് നമുക്കറിയാം. 2020 എന്ന പ്രസ്ഥാനം 2015 കിഴക്കമ്പലം പഞ്ചായത്തിന് ഭരണം പിടിച്ചു. 2020 ആയപ്പോൾ 4 പഞ്ചായത്ത് പിടിച്ചു. ഇപ്പോൾ അവർ 28 പഞ്ചായത്തുകൾ പിടിക്കാൻ ശ്രമിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ പിടിക്കാൻ ശ്രമിക്കുന്നു. പല മുനിസിപ്പാലിറ്റികളും ബ്ലോക്കും പിടിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മൊത്തം 880 വാർഡുകളിലാണ് 2020 മത്സരിക്കുന്നത്. ഇവർക്ക് പേടിയായി. ഇങ്ങനെ പടർന്ന് പന്തലിച്ചാൽ ജനങ്ങൾ അതിലേക്ക് പോയാൽ എന്തു ചെയ്യും? അതുകൊണ്ട് അവർ എല്ലാ വൈരാഗ്യവും മറന്ന്, എല്ലാ ശത്രുതയും മറന്ന് ഒന്നായി. ഓർക്കണം, ഇവിടെ CPM കോൺഗ്രസിനെയും, കോൺഗ്രസ് CPM-നെയും വെല്ലുവിളിക്കുന്നു. LDF-ഉം UDF-ഉം പരസ്പരം വെട്ടിച്ചാവുന്നു. പക്ഷെ കിഴക്കമ്പലത്ത് സംഭവിച്ചത് ഇത്തവണ ഈ 2020 നേരിടാൻ വേണ്ടി LDF-ഉം UDF-ഉം ഒരു മുന്നണിയായി മത്സരിച്ചു. ഒറ്റ മുന്നണിയായി. പലരും അത് വാർത്ത പോലും ആക്കിയില്ല. ഒരേ ഒരു മുന്നണിയായി ഒരുമിച്ച് മത്സരിച്ച് 10-25 പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അതിന്റെ കൊട്ടിക്കലാശിന്റെ ദൃശ്യങ്ങൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കൂ. ഒരേ വാഹനത്തിൽ CPM-ന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും, എല്ലാ പാർട്ടികളുടെയും കൊടി ഈ വാഹനത്തിൽ പോകുന്നു. ഒരുമിച്ച് അവർ ജയ് വിളിക്കുന്നു. ഇതാണ് ഇവരുടെ കള്ളത്തരം. അവർ രാഷ്ട്രീയ വിരോധം പറയുന്നത് വെറുതെയാണ്. അവർ സാഹചര്യം ഒത്താൽ ഒരുമിച്ച് നിൽക്കും. കോൺഗ്രസിന്റെ CPM വിരോധമോ CPM-ന്റെ കോൺഗ്രസ് വിരോധമോ കള്ളത്തരമാണ്. ഇന്നലെ സംഭവിച്ചു നോക്കുക. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ജനാധിപത്യത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഇന്നലെ കിഴക്കമ്പലത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നു കിറ്റക് സാബുവും ചേട്ടൻ ബോബിയും കുടുംബാംഗങ്ങളും. അവരെല്ലാം അവിടെ വോട്ട് ചെയ്യാൻ കഴിയുന്നു. പ്രമുഖർ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ചാനലുകൾ അവരുടെ വോയിസ് എടുക്കുന്ന പതിവാണ്. അത് പിണറായി വിജയനാണെങ്കിലും ശരി, VD സതീശനാണെങ്കിലും ശരി, വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബൂത്തിന്റെ അകത്തല്ല, ബൂത്തിന് മുമ്പിൽ വെച്ച് വോയിസ് എടുക്കാറുണ്ട്. അതിനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് പാസ് കൊടുത്തിരിക്കുന്നത്. അവിടെ കിറ്റക്സ് കുടുംബം ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തപ്പോൾ എന്തൊരു ബഹളമായിരുന്നു. അലറി വിളിച്ച് കുറച്ചുപേർ ഓടിയെത്തുകയാണ്. ഇടതും വലതും ചേർന്ന് ഇതാണ് പ്രശ്നം. സ്ഥാനാർത്ഥി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ ഓടിച്ചാണ്. എന്നിട്ട് വഴി പറഞ്ഞ ഇവര് നിൽക്കണ എന്ത് മര്യാദ? അത് ഇത് ചാനലിൽ വരട്ടെ. അതൊരു മര്യാദ. സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ കയറാമുള്ളതെന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ ഓടിച്ച്, എന്നിട്ട് ഇപ്പൊ ഇവിടെ വോട്ടർമാരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വഴി തടസ്സപ്പെടുത്തി ഒരു മുതലാളി നിൽക്കണം. അതൊന്നും പറ്റില്ല. അത് പറ്റില്ല, സമ്മതിക്കില്ല. പോട്ടെ എന്ന് വെച്ച് ഇവർ റോഡിലേക്ക് ഇറങ്ങി. റോഡിൽ വെച്ചും ബൈറ്റ് കൊടുക്കാൻ അവർ സമ്മതിച്ചില്ല. അവിടെയും ബഹളമാണ്. നോക്കണം, ബൂത്തിന് മുമ്പിലല്ല, റോഡിൽ, നടു റോഡിൽ ഒരു പാസമില്ലാതെ മനുഷ്യർക്ക് പോകാവുന്നിടത്തും അവർ സമ്മതിക്കുന്നില്ല. എത്ര വിരോധമാണ്. CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനമുണ്ടായപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വൃത്തികളുടെ പാരമ്പര്യത്തിന്റെ പരകോടിയാണിത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ നേതാക്കളും എല്ലാ സെലിബ്രിറ്റികളും ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കാറുണ്ട്. എന്നാൽ കിറ്റക് സാബു ബൈറ്റ് കൊടുത്താൽ നിയമവിരുദ്ധമാണ്. സ്ഥാനാർത്ഥിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. സ്ഥാനാർത്ഥിക്ക് പറ്റില്ല. സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ വരുന്നതാണ്. എന്നാൽ ഇവർ വോട്ട് ചോദിക്കാൻ വരുന്നതല്ല. അവർ സെലിബ്രിറ്റിയാണ്. അവർ വോട്ടിനെ കുറിച്ചല്ല പറയുന്നത്. ഇനി ആണെങ്കിൽ പോലും പുറത്തു നിൽക്കാൻ അധികാരമില്ലേ? ഓർക്കണം, എന്തെല്ലാം പണികൾ കാണിച്ചെന്നറിയാമോ? അട്ടിമറിക്കാനായിരുന്നു നീക്കം. കിറ്റക് സാബു തിരക്കുള്ള വോട്ട് ചോദിക്കാൻ വരും. അപ്പോൾ അലമ്പുണ്ടാക്കുക, അടിയുണ്ടാക്കുക,
അങ്ങനെ ആളെ ഭയപ്പെടുത്തി വോട്ട് അട്ടിമറിക്കാനായിരുന്നു നീക്കം. അതിനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇവരതിനെ പലതവണ കോടതിയിൽ പോയാണ് റിട്ട് ഹർജികൾ കൊടുത്ത് പോലീസിന്റെ സംരക്ഷണവും ക്യാമറയും ഒക്കെ കൊണ്ടുവന്നിട്ട് ക്യാമറ സ്ഥാപിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷെ വളരെയധികം കഷ്ടപ്പെട്ട് ക്യാമറയൊക്കെ സ്ഥാപിച്ച് ഈ അട്ടിമറിയെ അവർ ഒരു വിധത്തിൽ അതിജീവിച്ചതാണ്. ഇതാണ് CPM-ന്റെ രീതി. കേരളത്തിലെ നേഴ്സിംഗ് കൗൺസിലിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇത് തന്നെ സംഭവിച്ചത്. UNA എന്ന് പറയുന്ന ജനകീയ സംഘടന തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്തു. അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം ഇവരെ തല്ലി, തലങ്ങനം വിലങ്ങനം തല്ലി. എന്നിട്ട് ഇവരുടെ നിലം കള്ളവോട്ടാണെന്ന് പറഞ്ഞ് ഏതാണ്ട് 1.25 ലക്ഷം വോട്ട് നടന്നതിൽ 1 ലക്ഷവും കള്ളവോട്ടാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി ജയം പ്രഖ്യാപിച്ച് അന്ന് രാത്രി തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. അവർ കോടതിയിലാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ഇക്കൂട്ടർ. ഇപ്പൊ ഇവർ ചെയ്തത് ഇതാണ്. ജനാധിപത്യം എന്ന് പറയുന്നതൊക്കെ ഇവർക്ക് മോദിയെ കുറ്റം പറയാൻ, കേന്ദ്രത്തെ കുറ്റം പറയാനുള്ള വെറും പാഴ്വാക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ഇത്രയധികം ഇവർ എത്രമാത്രം നിയമ പോരാട്ടം നടത്തിയാണ് ഇത് നിലനിർത്തിയെന്ന് ഓർക്കണം. ഇത് കഴിയാത്തത് കൊണ്ടാണ് കണ്ണൂരിൽ സ്ഥാനാർത്ഥികളില്ലാത്തത്. ഇത് തന്നെയാണ് കണ്ണൂരിൽ ചെയ്യുന്നത്. പക്ഷെ കണ്ണൂരിൽ എല്ലാവർക്കും പേടിയാണ്. എന്നാൽ ഇവിടെ 2020 പേടിയില്ല. മാത്രമല്ല കിറ്റക് സാബുവിന് കൈ കാശുണ്ട്. അതുകൊണ്ട് 2020 കട്ടയ്ക്ക് നിൽക്കുന്നു, ഇവരോട് പോരാടുന്നു. കണ്ണൂരിൽ അതിന് ആർക്ക് ശേഷിയില്ല, മത്സരിക്കാൻ കഴിയുന്നില്ല. CPM-ന്റെ ഒരു വല്ലാത്തൊരു ഏകാധിപത്യം. ആ ഏകാധിപത്യം ഉള്ളിടത്ത് അവർ ഒറ്റയ്ക്ക് ചെയ്യും, ഇല്ലാത്തടത്ത് അവർ കോൺഗ്രസിനെയും കൂട്ടുപിടിക്കും. എന്നിട്ട് അവർ ജനാധിപത്യത്തെക്കുറിച്ച് വലിയ വായിൽ ബഹളം വെക്കും. ഞാൻ കിറ്റക് സാബുവിനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ സാബു പറഞ്ഞതുകൂടി കേൾക്കുക. ഗുഡ് മോർണിംഗ് സാർ, സുഖമായിരിക്കുന്നോ? എങ്ങനെയുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവും സാധ്യതയൊക്കെ? തെരഞ്ഞെടുപ്പ് ഇവിടെ ഈ ഇടതും വലതും ചേർന്നൊരു വലിയൊരു സഖ്യം ഉണ്ടാക്കി ഏതാണ്ട് 25 പാർട്ടികൾ ഒന്നിച്ചെന്നാണ് 2020 ഏറ്റുമുട്ടിയത് ഇത്തവണ. ഓക്കെ. അപ്പോ ഇത് ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റിന്റെയും സംസ്ഥാന നേതാക്കള് തമ്മിൽ കൂടിയാലോചിച്ച് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് 2020 ഇവിടുന്ന് ഇല്ലാതെയാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. അപ്പോ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ തുടങ്ങിയെങ്കിലും അവരുദ്ദേശിച്ച രീതിയിൽ ജനങ്ങള് ഇതിനോടൊപ്പം വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അവര് അക്രമം അഴിച്ചുവിട്ടിട്ട് ഇതിനെ തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ 10 റിട്ട് ഹർജികള്, അതായത് ഈ കുന്നത്തുനാടിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും പ്രൊട്ടക്ഷൻ വേണം, സ്ഥാനാർത്ഥികൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയാം ഹൈക്കോടതിയെ സമീപിച്ചത്. അങ്ങനെ ഒരു നീക്കം വളരെ അപ്രതീക്ഷിതമായിരുന്നു അത്. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അത് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. അത് തന്നെയല്ല, ആവശ്യപ്പെടുന്ന ബൂത്തുകളിലെല്ലാം ഇത് വീഡിയോ റെക്കോർഡിംഗ് സംവിധാനം ഏർപ്പെടുത്തണം എന്നും പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് ഞങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ജില്ലാ സൂപ്രണ്ടിന് കൊടുത്തു. അതുകൂടാതെ ജില്ലാ കളക്ടർക്ക് ഈ ക്യാമറ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് 139 ക്യാമറ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ ബൂത്തുകളിലും അതും ആവശ്യപ്പെട്ടു. അതിന്റെ പണം അടയ്ക്കാനായിട്ട് ഏതാണ്ട് 7.5 ലക്ഷം രൂപ അതിന് കളക്ടറേറ്റിൽ നിന്ന് ഉത്തരവിട്ടെങ്കിലും പക്ഷേ ഞങ്ങൾ അടയ്ക്കാൻ ചിലപ്പോൾ പഞ്ചായത്തുകൾ സ്വീകരിക്കില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം വരെ വെച്ചുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിലാണ് ഇതിന്റെ പണം സ്വീകരിച്ചത്. അതിനുശേഷം ഇന്നലെ രാവിലെ വരുമ്പോ വളരെ യാദൃശ്യമായിട്ട് ഒരു സ്ഥലത്തും ക്യാമറയില്ല, ഒരു സ്ഥലത്തും ക്യാമറകൾ വന്നില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ 9 മണി 10 മണി അങ്ങനെ 12 മണിക്കൊക്കെ ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. ഇവര് വരാൻ തുടങ്ങിയപ്പോ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് കൂട്ടമായിട്ട് CPM-ഉം കോൺഗ്രസും കൂടിയിട്ട് ഇവരെ കോമ്പൗണ്ടിനകത്ത് നിർത്തില്ല. അപ്പൊ ഇവർക്ക് ഇവരുടെ കയ്യിൽ പാസില്ല, ഒരു റെക്കോർഡുകളുമില്ല ഈ ക്യാമറാമാൻമാരെ. അപ്പൊ അതിനെപ്പറ്റി വീണ്ടും കളക്ടറെ പോയി കണ്ട് പരാതി 2 മണിക്ക് കൊടുത്തപ്പോഴാണ് 150 പാസുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നു. ആ പാസുകൾ അപ്രത്യക്ഷമായി. മനസ്സിലായി. അപ്പോ ഇലക്ഷൻ കമ്മീഷനെയും അതുപോലെ തന്നെ ഹൈക്കോടതി ഉത്തരവിനെയും ഒക്കെ ലംഘിച്ചുകൊണ്ട് അതിനെ അട്ടിമറിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണെന്നല്ല നടന്നത്. അതിനുശേഷം ഞാനിപ്പോ ഇന്നലെ വൈകിട്ട് ഇവര് പ്ലാൻ ചെയ്തിരുന്നത് നമ്മളെ ആക്രമിക്കുക, ആ ആക്രമിച്ചൊരു ഭീതി പരത്തി കുന്നത്തുനാടിലെ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കുക, അങ്ങനെ അതിൽ കൂടി അട്ടിമറി വിജയം കൈവരിക്കാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്നലെ രാവിലത്തെ തിരക്ക് കൊണ്ട് ഞാൻ രാവിലെ പോയില്ല എന്നുള്ളത്. രാവിലെ പോയിരുന്നെങ്കിൽ ഇന്നലെ കുന്നത്തുനാടിലെ വലിയ അനിഷ്ട സംഭവങ്ങളും അതുപോലെ തന്നെ മൊത്തമായിട്ട് അട്ടിമറിക്കപ്പെട്ടേനെ. ഞാൻ വൈകിട്ട് ചെല്ലുമ്പോ ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരാൾ പോലുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് വോട്ട് ചെയ്തു. സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങി വരുമ്പോ അവിടെ ഞാൻ വിളിച്ചു വരുത്തിയതല്ല, ചാനലുകാരെല്ലാരും ഉണ്ട്. അവരെന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ വീണ്ടും ഇവര് വലിയ അക്രമം അഴിച്ചുകൂടെ ചെയ്തത്. അപ്പൊ അതിനുശേഷം ഇവിടുന്ന് പോന്നതിന് ശേഷം വെളിയിലിറങ്ങിയിട്ടും എനിക്ക് പിന്നീട് വെളിയിറങ്ങിയിട്ടും വന്നു ബഹളം വെച്ചല്ലേ?
വെളിയിൽ പുറത്തിറങ്ങി റോട്ടിൽ നിന്നിട്ടും ആ. അതിനുശേഷം ഒരു ബഹളം വെച്ച് അതിനുശേഷമാണ് ക്യാമറമാനെയും ഇവരെയൊക്കെ ആക്രമിച്ചതും കേടുവരുത്തിയതും ഒക്കെ. അല്ല, ആക്രമിച്ചോ? ക്യാമറമാരെ ആക്രമിച്ചോ? ക്യാമറമാരെ ആക്രമിച്ചിട്ട് അതിനാണല്ലോ ക്യാമറയൊക്കെ കളഞ്ഞു അവര്. ഓ ഓ ഓ ഓ ഇതിനേക്കാളുപരി ഇപ്പൊ ഈ ഇവരുടെ കയ്യിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്തിരിക്കുന്ന പാസ്സുണ്ട്. ഈ പാസ് എന്ന് പറയുന്നത് റോഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അതായത് ബൂത്തുകളുടെ വോട്ട് ചെയ്യുന്ന റെക്കോർഡ് ചെയ്യാൻ പാടില്ല, അതിനകത്ത് കയറുന്നതിനുള്ള പാസ്സാണത് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാസിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക്. അപ്പൊ അവർക്ക് അതിനകത്ത് കയറാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് മാത്രമല്ല, ഇന്നിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രി വോട്ട് ചെയ്യുമ്പോഴായാലും ശരി, പ്രതിപക്ഷ നേതാവ് വോട്ട് ചെയ്യുമ്പോഴായാലും ശരി, സിനിമാ നടന്മാർ വോട്ട് ചെയ്യുമ്പോഴായാലും ഇതൊക്കെ എല്ലായിടത്തും പതിവായിട്ടുള്ള ലോകത്തിൽ എല്ലായിടത്തും ഉള്ളൊരു സംഗതിയാണ്. പക്ഷെ ഇവിടെ മാത്രമായിട്ടൊരു നിയമമാണത്. ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഇതിന്റെ പേരിൽ പരാതി കൊടുത്തോ? ഇന്നലെ ഈ സംഭവിച്ച കാര്യങ്ങളുടെ പേരിൽ ഇതിന്റെ നമ്മളുടെ പരാതി ഇന്ന് കൊടുക്കുന്നുണ്ട്. അവിടെ മാധ്യമങ്ങൾ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. 1-2 പേരെ കസ്റ്റഡിയിൽ എടുത്തോണ്ടെന്നൊക്കെ കേൾക്കുന്നു. നമുക്കറിയില്ല അതിനെപ്പറ്റി. എന്തായാലും തെരഞ്ഞെടുപ്പിനെ അവർക്ക് അട്ടിമറിക്കാൻ സാധിച്ചില്ല അല്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആക്രമിച്ചിട്ട്, കാരണം ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞപ്പോ അവര് നമ്മളില് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആസൂത്രിതമായിട്ടൊരു പരിപാടി ഇട്ടിരിക്കുകയായിരുന്നു. നമ്മളെ ആക്രമിക്കുക, അതുവഴി ഒരു ഭീതി പടർത്തുക, പിന്നെ ആരും വോട്ട് ചെയ്യാൻ ഇറങ്ങില്ല. മനസ്സിലായി. ഓക്കെ. അതായിരുന്നു അവരുടെ ലക്ഷ്യം.